ചെമ്മീൻ ഈ സിനിമയെക്കുറിച്ച് അറിയാത്തവർ ചുരുങ്ങും മലയാളികളായി. തകഴിയുടെ നോവലാണ് ചെമ്മീൻ എന്ന സിനിമയ്ക്ക് ആധാരമായത്. അത് ഈ ചെമ്മീൻ നോവൽ രാമു കാര്യായിട്ട് സിനിമയാക്കിയ സമയത്തുണ്ടായ ഒരു സംഭവമാണ് ഞാൻ പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ചെമ്മീൻ്റെ ചിത്രീകരണത്തിന് തകഴി സഹായിച്ചിട്ടുണ്ടോ എന്ന ഒരു പത്രപ്രവർത്തകൻ തകഴി ശിവശങ്കരപിള്ളയോട് ചോദിച്ചു. ഇല്ല എന്ന് തകഴി മറുപടിയും കൊടുത്തു. നോവൽ എഴുതിയ ആളെന്ന നിലയിൽ ആ സംരംഭവുമായി സഹകരിക്കേണ്ടതല്ലേ എന്ന് പത്രപ്രവർത്തകൻ വീണ്ടും ചോദിച്ചു. തകഴി അതിന് നൽകിയ മറുപടി വളരെ ശ്രദ്ധേയമായി. കൊള്ളാവുന്ന ഒരുത്തൻ്റെ കൂടെ മകളെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പിന്നാലെ നമ്മൾ എന്തിനാ അന്വേഷിച്ചു പോകുന്നത് എന്ന് തകഴി തിരിച്ചു ചോദിച്ചു. രാമു കാര്യാട്ടിൽ തകഴിക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. രാമു കാര്യാട്ടുമായി സംസാരിച്ചപ്പോൾ തന്നെ നോവലിനോട് രാമുവിനുള്ള അടുപ്പം എനിക്ക് മനസ്സിലായി എന്നാണ് തകഴി അന്ന് പറഞ്ഞത്. അതിൽ ചിലപ്പോൾ തൻ്റെ ഇടപെടലുണ്ടായാൽ അത് രാമുവിൻ്റെ ദൃശ്യാവിഷ്കാരത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതെനിക്ക് അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഞാനത് അന്വേഷിച്ചിട്ടേ ഇല്ല. കഴിവുള്ളവരെ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ അതിൻ്റെ ഇടയിൽ കയറി ഇടപെടാതെ മാറി നിൽക്കുന്നതാണ് എപ്പോഴും നല്ലത്. പരമാവധി സ്വാതന്ത്ര്യം നൽകിയാലേ കൂടുതൽ ക്രിയേറ്റീവായി റിസൾട്ട് ഉണ്ടാകൂ എന്ന് പറയണം. അതേസമയം നമ്മൾ ഏൽപ്പിക്കുന്ന ആളിന് കാര്യക്ഷമത ഇല്ലെങ്കിൽ സംഭവം തകർന്ന് തരിപ്പണമായി എന്നും വരും. എന്തായാലും സുന്ദര സൃഷ്ടികൾ ഉണ്ടാകാൻ സ്വാതന്ത്ര്യം വേണം എന്നത് പരസ്യമായ ഒരു രഹസ്യമാണെന്ന് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഓർമ്മിക്കുക. അപ്പോൾ നമ്മുടെ ഇത് തന്നെയാണ് ഈ നല്ലൊരു സന്ദേശം. അതായത് തകഴി പറഞ്ഞൊരു കാര്യം, രാമുവിൽ നോവലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വിശ്വാസം തോന്നി, അതുകൊണ്ട് അതിലൊരു ഇടപെടൽ വേണ്ട എന്ന് എനിക്ക് മനസ്സിലായി, ഇടപെട്ടത് കുളമാക്കണ്ട എന്ന് ചിന്തിച്ച തകഴിയുടെ ആ മഹാമനസ്കതയില്ലേ, ആ മഹാമനസ്കത ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർമ്മിക്കുക.